ഹായ്, എൻ്റെ പേര് ശരത്. ഞങ്ങളുടെ ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമായ അനുരാഗണി സോളത്ത് വരും ദിവസങ്ങളിൽ റിലീസായിരിക്കും. ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് റിലീസാവുന്നതാണ് ഡയറക്ടർ പറഞ്ഞത്. നോക്കാം. ഫ്രണ്ട്ഷിപ്പും പ്രണയവും പിന്നെ നമ്മളുടെ വിക്ടോറിയ കോളേജ് ഇതൊക്കെയാണ് ഉള്ളത് അനുരാഗണിയിൽ. ഇത് പ്രണയിക്കുന്നവർക്ക് മാത്രം കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയും കൂടിയല്ല. തോൽപ്പിക്കപ്പെട്ടവർക്കും മനഃപൂർവ്വം തോറ്റു കൊടുത്തവർക്കും മരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ജീവൻ പോണമെന്നില്ലല്ലോ, ജീവിതം പോയാലും പോരെ. അത്രമേൽ പ്രണയത്താൽ വേദനിപ്പിക്കപ്പെട്ട അവർക്ക് കൂടി കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. എല്ലാവർക്കും റിലേറ്റ് ആവുന്ന ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഒരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമാണ്. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. പിന്നെ നമ്മളെ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ഒരു മഴക്കാലത്ത് റോഡരയിൽ വെച്ച് നമ്മുടെ കൊടക്കൈയിലേക്ക് പെട്ടെന്ന് ഒരാൾ കയറി വന്നു, കുറേ സന്തോഷങ്ങളൊക്കെ തന്നു. പെട്ടെന്നൊരു ദിവസം മഴ മാറിയപ്പോൾ ഓക്കെ ബായ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തനിച്ചാക്കി പോയവർക്ക് അറിയില്ലല്ലോ തനിച്ചായി നമ്മളുടെ വേദന. അപ്പോ അത്രമേൽ പ്രണയത്താൽ വേദനിപ്പിക്കപ്പെട്ട അവർക്ക് കൂടി നല്ല രീതിയിൽ കണക്ട് ആവുന്ന പോലൊരു സ്റ്റോറിയാണ് നമ്മുടെ വിഷ്ണു പ്രസാദ് എഴുതിയിരിക്കുന്നത്. സ്റ്റോറി ഭയങ്കര നൈസാണ്. അതേപോലെ തന്നെയാണ് രമേശ് എഴുതിയ സോങ്ങും നന്നായിട്ടുണ്ട്. നല്ല സോങ്ങാണ് ഇതിന്റെ മെയിൻ. രമേശ് തന്നെയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വിശാഖരനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ആർട്ട് ചെയ്തിരിക്കുന്നത് ബ്രഹ്മജിത്താണ്. പിന്നെ AD-മാര് നമ്മളുടെ ഹർഷൻ, രാഹുൽ, പിന്നെ ഇങ്ങനെ കുറച്ച് പേരും കൂടി ഉണ്ട്. ഞാൻ പേര് വിട്ടുപോയിട്ട് ക്ഷമിക്കണം. അപ്പൊ ഞങ്ങളെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയിലുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്, ഒരു മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമാണ്. ഇതെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കാരണം വലിയ വലിയ സിനിമകളുടെ ഭാഗമാവണം, നല്ല സിനിമകൾ ഡയറക്റ്റ് ചെയ്യണം, വലിയ നടനാവണം. അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാർക്ക് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു ഷോർട്ട് ഫിലിമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നിട്ട് വരാൻ പറ്റുള്ളൂ, അടുത്ത വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും താങ്ക് യു.